ഷിയാ പനിക്കുന്ന ആള് ഇതാ ഉണ്ണിയുടെ അപ്പി തുണി കഴുകിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. കാരണം ഞങ്ങൾക്ക് ഇവിടെ വേറെ ആരും കഴുകാനില്ല, ഉള്ളത് പിന്നെ ഞാനാണ് ഉള്ളത്. അപ്പൊ ഞാനാണെങ്കിൽ വലിയ വലിയ തുണികളൊക്കെ കണ്ടില്ല, ഇപ്പൊ ഇങ്ങനത്തെ കാണുന്ന വലുതൊക്കെ ഞാൻ തന്നെ തിരുമണത്. ഉണ്ണിയുടെ അപ്പി തുണി എടുത്തു വെക്കാനും പറ്റില്ലേ, എടുത്തു വെക്കാനും പറ്റില്ലേ, നാളേക്കിന്ന് എടുത്തു വെക്കാനും പറ്റില്ല. അതെ. ഇപ്പൊ കാലത്ത് ഇപ്പൊ നേരത്തെ ഉപ്മാവ് വെച്ചു, വലിയ തുണികൾ തിരുമ്പിട്ടു, പിന്നെ മുരിങ്ങയുടെ ഇല പൊടിച്ചുകൊണ്ട് മുരിങ്ങയുടെ ഇല കറി വെച്ചു, മീൻ വറുക്കാൻ പോവുകയാണ്. ഇനി അടുത്തത് വാളമീൻ. ഇങ്ങനെയുണ്ട് പനി? എങ്ങനെയുണ്ട്? പനിയൊക്കെ കുറഞ്ഞു, ചൂടില്ല, ക്ഷീണമുണ്ടല്ലേ? അതെ. ഗ്ലൂക്കോസ് മേടിക്കണം ഇതെപ്പാ? ഞാൻ കടയിലേക്ക് പോവല്ലേ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ടീച്ചർ അംഗനവാടിയിൽ നിന്ന് ടീച്ചറെ വിളിച്ചല്ലോ. അംഗനവാടിയിൽ നിന്ന് ടീച്ചറെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൃശ്യയുടെ അടുത്ത് തന്നെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ദൃശ്യക്ക് വയ്യാത്ത കാരണം ഞാനാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഇതാ സ്വത്തുപെണ്ണ് വരുന്നുണ്ട്, പെഞ്ചിങ് കവറൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. 2 കവർ വേണമല്ലേ? ഗോതമ്പും ചെറുപയറും ശർക്കര. ഗോതമ്പ്, ചെറുപയറ്, ശർക്കര. വെളിച്ചെണ്ണ കിട്ടില്ലേ? ഇളനാട് ചേലക്കര. എന്താ ചിലപ്പോ ഇപ്രാവശ്യം ഇല്ലാണ്ടാവും. ഇല്ലില്ല, ഞാൻ ഇപ്പൊ എത്ര മാസം മേടിച്ചു തുടങ്ങിട്ട് വെളിച്ചെണ്ണ കിട്ടിയിട്ടില്ല. എന്താ വെളിച്ചെണ്ണ ഇല്ലാത്ത? വെളിച്ചെണ്ണ ഇവിടെ അങ്ങനെ ഇല്ലാത്ത. അത് ശരി. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് അടിക്കിട്ട്. അത് എന്തൊട്ട് നാടാണോ? അത് ഉഗാണ്ട തോന്നുന്നു. ഉഗാണ്ടയിൽ പിന്നെ ഉണ്ടാവും ഓരോ കാര്യങ്ങളും. ഇവിടെ വെളിച്ചെണ്ണ ഇല്ലാത്ര. പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിനും ഇല്ല, പ്രസവിക്കാൻ പോണവർക്കും ഇല്ല, അവർക്കും ഇല്ല. വെളിച്ചെണ്ണയ്ക്കാണ് നമുക്ക് വേണ്ടത്. വണ്ടാര വില ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് 200 രൂപയൊക്കെയാണ് 1/2 ലിറ്ററിന് ഞാൻ മേടിച്ചേക്കണത്. ഒരു കന്നാസിൽ മേടിക്കുമ്പോൾ താണ്ടില്ലേ, ഇതാണിപ്പോൾ നമ്മൾ മേടിക്കുന്ന വെളിച്ചെണ്ണയുടെ ടിന്ന്. ഈ ഒരു ടിന്നിൽ ഇപ്പോൾ ഈ വെളിച്ചെണ്ണ മേടിച്ചിട്ട് എത്ര നാളായിട്ടുണ്ടാവും ഈ വെളിച്ചെണ്ണ? 20 ദിവസം. അതെ, 20 ദിവസമായിട്ടുള്ള വെളിച്ചെണ്ണ മേടിച്ചിട്ട്. ഈ വെളിച്ചെണ്ണ 1/2 ലിറ്റർ മേടിച്ചതിന് തന്നെ 200 രൂപയായി. അത് ഞാൻ മേടിക്കുക കറി വെക്കാനുള്ള വെളിച്ചെണ്ണയൊക്കെ നമ്മൾ PSC എന്നാണ് മേടിക്കുക. ഉണ്ണിയുടെ തലയിൽ ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് മേടിച്ചു? സ്പെഷ്യൽ ആട്ടിയ കൊപ്രയിൽ നേരിട്ട് പോയിട്ട്. ഈ PSCയിലും കൊപ്ര ആട്ടി തന്നെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പാക്കറ്റ് അടിച്ചു വരുമ്പോൾ ഒരു സുഖമില്ല. അപ്പൊ ഇതാ കവറായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ അംഗനവാടിക്ക് പോലെ സെറ്റപ്പ്. താച്ച പിടിക്കാം. വാലടക്കി ഓടിപ്പോയി അടക്കി, വാലടച്ചിട്ട് ഉണ്ണി അവിടെ. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. ദൃശ്യക്ക് ഞാൻ കാണിച്ചു തരാം. ദൃശ്യം ഇവിടെ ഇരിക്കുന്ന ആംഗിളിൽ നിന്ന് കണ്ട അകത്തേക്ക് നോക്കുമ്പോ ഇതൊന്നും ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ ഇതല്ല ഇതാ എടുക്കുന്നു, ഇളകിയാലും അറിയാട്ടോ. അതെ. വാതില് എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോഴേക്കും എനിക്കാണ്, അവർക്ക് അറിയാം ഇവിടെ ആളുണ്ടോ ഇല്ല. അപ്പോൾ പനിക്കണ പെണ്ണ് തന്നെ, പനി മാറി, പക്ഷെ പനിക്കണ പെണ്ണ് തന്നെ അപ്പിത്തുണികൾ തിരുമ്പാണ്. നമുക്ക് വേറെ ആരും ഇല്ല പോയി. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ചെയ്യുക അല്ലേ ദൃശ്യ? ഇതിപ്പോൾ കമന്റ് നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. നമുക്ക് ആരും ഇല്ലാണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ അത് ഇതൊക്കെ നോക്കിയിട്ട് പറയുന്നവർക്ക് ഇങ്ങനെ പറയാം. അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം സ്നേഹം കൊണ്ടല്ലേ എല്ലാവരും പറയണത്. ദൃശ്യം അത് ചെയ്യരുത് കേട്ടോ, ദൃശ്യം ഇങ്ങനെ ചെയ്യരുതെന്ന്. പിന്നെ അവസ്ഥ പറയുമ്പോൾ ആരും ഇല്ലാണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ ഒരു ജീവിതം ആകുമ്പോൾ അങ്ങനെ ജീവിച്ചു പോകാൻ. അതിനിപ്പോൾ ഭാവിയിൽ നമുക്ക് വരുന്ന വിഷമങ്ങൾ അറിയാണ്ടല്ല, പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മാർഗമില്ല. പുണ്യയുടെ കാര്യമായാലും നിൻ്റെ കാര്യമായാലും ഇതിലിപ്പോൾ ഒരു സന്തോഷം എന്ന് പറയാനുള്ളത് സുഖപ്രസവം നോർമൽ ഡെലിവറി ആയില്ലോ എന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ബാക്കി വേറെ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ അംഗനവാടിക്ക് പോകണം. സഞ്ജു കിട്ടണത് മേടിക്കാം. എന്തായാലും കിട്ടണത് എന്താണെന്നുള്ളതല്ല. ഇപ്പോൾ വെളിച്ചെണ്ണ പൊടി ഇല്ല എന്ന് പറയുന്നുണ്ട്. വെളിച്ചെണ്ണ ഞങ്ങൾക്ക് ദിയമോളെ ഗർഭിണിയായ സമയത്തൊക്കെ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വെളിച്ചെണ്ണ ഇല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, കിട്ടിയത് ഊട്ടിന്ന് പറഞ്ഞ പോലെ കിട്ടിയ സാധനങ്ങൾ ഊട്ടി. എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ അല്ലേ ദൃശ്യ? അതെ. പോവാ പോയിട്ട് വരട്ടെ. പിന്നെ കുറച്ച് സവോളയും പച്ചമുളകും മേടിക്കണം. അപ്പോൾ വർക്കേറിൻ്റെ കടയിൽ കൂടി പോയിട്ട് വരുള്ളൂ. വർക്കേറിൻ്റെ കടയിൽ പോയിട്ട്, കാരണം വാള പഠിച്ചിട്ടുണ്ടല്ലോ മീൻ വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വറക്കുമ്പോൾ അങ്ങനെ കുറച്ച് സവോളയൊക്കെ ഒക്കെയാണെങ്കിൽ മീൻ വറക്കുമ്പോൾ കുറച്ച് സവോളയൊക്കെ ഇടണം മുകളിൽ. വല്ലപ്പോഴല്ലേ മീൻ വറക്കണമല്ലോ. വറക്കുമ്പോൾ നല്ല രീതിയിൽ ഞാൻ അതിനെ നീറ്റായിട്ട് എടുക്കുള്ളൂ. പോയിട്ട് വരട്ടെ.
ബുദ്ധിമുട്ടുണ്ടോ? തല കറങ്ങി വിടരുത്തിട്ടോ, ഞാൻ അങ്ങോട്ട് പോവാം, ഇവിടെ ആരും ഇല്ല. ആ തല കറങ്ങണ്ടെങ്കിൽ വേഗം നിർത്തത്, അവിടെ പോയിരിക്കുക. തുണിയെ ഞാൻ തോരിട്ടോളാട്ടാ. പിഴിഞ്ഞ് നീ ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതിട്ടാ, ഞാൻ വന്നിട്ട് അഴക്കലിട്ട് തരാം. പോയിട്ട് തരാം. പോരാ പോരാ. ഓക്കെ, ഒരു പാത്രം വെള്ളം കൊണ്ട് ചോർത്തല്ലേ മേഡം. പിന്നെ ഒരു പാത്രം മതിയാ? വെള്ളം എപ്പോഴും പിന്നെ നിറച്ച് വെക്കും, കാരണം ദൃഷ്ടിക്ക് ഇനി പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഒന്ന് എടുക്കാൻ തോന്നുകയാണെങ്കിൽ നിറച്ച് വെക്കും കേട്ടോ. അപ്പോൾ മോളിന്ന് ഇങ്ങനെ ചെറിയ പാത്രം വെച്ചാലും എടുക്കാമല്ലോ, ഭാരം എടുക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, എന്നാലും കുറേശ്ശെ എടുക്കാമല്ലോ. ഓക്കെ, പോരാ നടക്കുക. അപ്പോൾ നമ്മുടെ തറവാടിൻ്റെ ബാക്ക് കൂടെയാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ മോട്ടർ വരെയൊക്കെ. നമ്മൾ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ അങ്ങോട്ട് കടന്ന നമ്മുടെ തറവാട്ടിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് കടന്നാൽ തന്നെ അംഗനവാടി ഇവിടെ അടുത്താണ്. ഒരു കണക്കിന് നമ്മുടെ ഈ വീടിൻ്റെ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും അടുത്ത് സൗകര്യങ്ങളുണ്ടെന്നുള്ളതാണ്. സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്താണ്. നമുക്ക് ഒരു 2 കിലോമീറ്റർ കഷ്ടിമുഷ്ടിയുള്ളൂ കേട്ടോ മെഡിക്കൽ കോളേജിലേക്ക്. നോക്കൂ, ഇപ്പോൾ തറവാട്ടിലുണ്ടോ വിറകൊക്കെ ചെതലെടുത്തു. കാരണം എന്താ വെച്ചാൽ ഉപയോഗിക്കാൻ ഇപ്പോൾ ആരും ഇല്ലല്ലോ, ഇപ്പോൾ ഇവിടെ പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം തറവാട്ടിൽ ഇത് നമ്മുടെ കൊഴുത്തിട്ടാ. ചേട്ടാ ഇതെന്ത് സാധനം? തള്ളുവണ്ടി. അന്ന് ഇവിടെ ഞങ്ങളുടെ ഈ ഗ്രൗണ്ടിൽ ഒരു കാവടിയാട്ടം ഉണ്ടായിരുന്നു. കാവടിയാട്ടം കഴിഞ്ഞിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം ഗ്രൗണ്ട് കണ്ടോ, ആ വഴി അതാണ് ഗ്രൗണ്ട്. അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഉത്സവം കഴിഞ്ഞിട്ട് കാവടിയാട്ടം കഴിഞ്ഞിട്ട് അന്ന് പാനിപൂരി കച്ചവടം. അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടതാണ്. അപ്പോഴേക്കും പിന്നെ കൃഷിയുടെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാ വെള്ളമൊക്കെ നിൽക്കാൻ തുടങ്ങി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും ഇങ്ങനെ ചരിക്കും, എന്നിട്ട് വെള്ളം ഇങ്ങനെ കളയും. വണ്ടി ഇവിടെ ഇട്ടേക്ക് ഇനിയിപ്പോൾ പെയിൻ്റൊക്കെ അടിക്കണം. ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നമ്മൾ അഴിച്ചു വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇനി കുറച്ച് പണികളുണ്ട്. കുറ്റിങ്ങാവിൻ്റെ മുന്നിലാണ് ഇട്ടുണ്ടായിരുന്നത് പാനിപൂരി കച്ചവടത്തിന്. അല്ല പിന്നെ പാനിപൂരി, മസാലപൂരി, ഉറക്കെ പറയും. പാനിപൂരി, ബേൽപൂരി, സേവ്പൂരി, മസാലപൂരി, ദഹിപൂരി. ഇത്ര സാധനങ്ങളുണ്ടല്ലേ നമ്മുടെ കടയിൽ. നമ്മുടെ കടയിലേക്ക് കുറേ കുട്ടികളൊക്കെ വരുമായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ. പാനിപൂരി, മസാലപൂരി, ബേൽപൂരി ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. കച്ചവടം കഴിഞ്ഞ ഓരോ പാനിപൂരി മേടിക്കും, മസാല ഇതാട്ടോ നമ്മുടെ ഗ്രൗണ്ട്. ഇതാണ് നമ്മുടെ പന്തുകളി ഗ്രൗണ്ട്. ഈ പന്തുകളി ഗ്രൗണ്ടിൻ്റെ ഞങ്ങളുടെ ഗ്രൗണ്ടിൻ്റെ ഇതാണ്ടാ ഈ റൈറ്റ് സൈഡിലാണ് അംഗനവാടി. നമുക്ക് ആദ്യം അങ്ങോട്ട് പോയല്ലോ. റോഡ് കൂടെ പോകണോ ഗ്രൗണ്ട് കൂടെ പോകണോ? ഗ്രൗണ്ടിൽ കൂടെ പോവാം. ഗ്രൗണ്ട് കൂടെ പോവാം. ഇതല്ല അച്ഛൻ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ട് ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്ര വീഡിയോ കണ്ടിട്ട്. അടിപൊളി ഗ്രൗണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്നും ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നിൽക്കാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ഗഡി. ഇവൻ എപ്പോഴും തല താത്തൽ തന്നെ പണി. എന്നിട്ട് നമ്മൾ വിളിക്കുകയും ചെയ്യും, രാഷേട്ടാന്ന് വിളിക്കുകയും ചെയ്യും. അപ്പോൾ തൊത്ത മുന്നിലേക്ക് കയറിക്ക്, നല്ല വീഡിയോയിൽ കാണല്ലോ കേട്ടോ. അച്ഛൻ്റെ കുട്ടി എവിടെ ചോദിക്കുക അല്ലെങ്കിൽ ആൾക്കാർ. അപ്പം ഞങ്ങൾ ആദ്യം തൊത്തത് കാണിച്ചു കൊടുത്ത ജിമ്മിൻ്റെ ഒക്കെ കാണിച്ചു കൊടുക്കുക നമ്മുടെ ഗ്രൗണ്ടിലുള്ള സെറ്റപ്പുകൾ. ഇത് ഇവരുടെ പാർക്കാണ്, ശരിക്ക് എക്സസൈസ് ചെയ്യുന്ന സ്ഥലമാണ്. അതെ. ഹാ ഹാ
കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളിയാണ് ഇതൊക്കെ. കണ്ട ആ നമ്മുടെ ആരാധകരാണ് വിളിച്ചു ചോദിക്കുന്നുണ്ടോ. മൊബൈൽ ഇവിടെ പൊക്കി പിടിച്ച അപ്പം തന്നെ അവർക്ക് അറിയാം വീഡിയോ എടുക്കാനാണെന്നുള്ളത്. ഇതാണ് കേട്ടോ അംഗനവാടി. വാ സൂപ്പർ അംഗനവാടിയാണ്. ചെല്ലേ ഏയ് സുഖമായിരിക്കണം പറയും. പിന്നെ ഇതാണ് ഇവളുടെ കോളേജ്. ഇത് ഈയിടെ കോളേജിലത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പോയി. ടീച്ചറേ ഇതാണ് ഞങ്ങളുടെ അംഗനവാടിയത്തെ ടീച്ചർ. എന്തൊക്കെയാ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. എന്തൊക്കെയുള്ളത്? അല്ല ഈ ഗർഭിണികൾക്ക് പ്രസവം കഴിഞ്ഞവർക്ക് മാത്രമുള്ള ഭർത്താക്കന്മാർക്കൊന്നും ഇല്ലേ? അതെ ഭർത്താവിന് വരെ തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന്. റാ നാ പാ താ വാ എന്തൊക്കെയാ ഇത് കുറേ കാര്യങ്ങൾ. അടിപൊളിയുണ്ടല്ലോ പെയിൻറ്റിങ്. പെയിൻറ്റിങ് ഒക്കെ പൊരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണിച്ചിട്ടോ. അതാണ് എങ്ങനെയുണ്ട്. ഇങ്ങനത്തെ ഒരു അംഗനവാടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ചിത്രങ്ങൾ കാണിച്ചത്. വാവ് അടിപൊളി. ടീച്ചർ വരച്ചാണോ ടീച്ചർ അതൊക്കെ? പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് അടിപൊളി തന്നെയല്ലേ. ഇത്ര ഭംഗിയുള്ള ടീച്ചർ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അത് ഞങ്ങൾക്ക് സ്വന്തം. ഞങ്ങളുടെ സ്വന്തമാണല്ലോ. സ്റ്റാർ ലൈറ്റ് നോക്കുന്നതാ കണ്ട. എ സി ക്കാണ് അംഗനവാടിയിൽ. കണ്ട AC അംഗനവാടി മുട്ടണ്ട. ആ യൂട്യൂബ്. എന്താ കഴിച്ചേ? എന്താ കഴിച്ചേ? ഞങ്ങൾ ഭയങ്കര കമ്പനിയാട്ടാ. ടീച്ചർ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും രാകേഷിനെ വിളിക്കുക. അത് ആദ്യം തൊട്ടുള്ള ഒരു ഇടപാട്. ഒരു ഓഗസ്റ്റ് 15 ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു വീഡിയോ എടുക്കുക. അല്ലെങ്കിൽ ഒരു ജനഗണമന ചൊല്ലാനെങ്കിലും വിളിക്കും. അതാണ് ടീച്ചറും ഞാനും തമ്മിലുള്ള ആ ഒരു ബന്ധം. പിന്നെ ദൃശ്യമൊക്കെ ആയിട്ട് ഭയങ്കര കണക്ഷനാണ്. സീലിംഗ് ഒക്കെ നോക്കൂ, വണ്ടർഫുൾ. ടീച്ചർ എവിടെയുള്ളവരത് പെയിന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വർക്ക് എടുക്കും. ആ സ്കൂളിലെ സ്റ്റുഡൻസ് അല്ലേ? എവിടെയുള്ള പിള്ളേരായിരുന്നു അവര്? കോഴിക്കോട്. വേണ്ട എലിസബത്ത് ടീച്ചർ വടക്കാഞ്ചേരി ആണ് കേട്ടാ. വടക്കാഞ്ചേരിയിൽ എവിടെ ടീച്ചർ? വീട് വടക്കാഞ്ചേരിയിൽ എലിസബത്ത് ടീച്ചറിൻ്റെ വീട്. പത്താങ്കല്ല്. വടക്കാഞ്ചേരി അല്ല, പത്താങ്കല്ല്. അതെ. ആരോകര അരിയമ്പാട ആരോകര. നമ്മളൊക്കെ ഒരുപാട് സിമെന്റ് പണിക്കൊക്കെ പോയിട്ടുള്ള സ്ഥലമാണ്. രാകേഷ് ഇപ്പൊ വരാത്ത വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രസവം നോക്കല്ലേ. ഇതിന്റെ ഇട കൂടെ എനിക്കെന്തോ ഓഗസ്റ്റ് 15 ഇപ്പൊ അവിടെ നോക്കില്ലേ? അവിടെ നോക്കാൻ കൃഷി. ആ വരാം തീർച്ചയായിട്ടും വരും. ലഡ്ഡു അവിടെ ഉണ്ട് രാകേഷ്. കുറേ സാധനങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ രമേഷേട്ടൻ്റെ വർക്ക്ഷോപ്പിലൊന്നും കൊടുക്കാറുന്നില്ലേ വണ്ടി? ആ രമേഷേട്ടൻ്റെ വർക്ക്ഷോപ്പിലൊന്നും കൊടുക്കാന്നില്ലേ? ഇതത് ടയറൊക്കെ ടീച്ചർ അതിൽ കൗണ്ടറ. പിന്നെ അതാ ടയർ ഇട്ട് കൊടുത്തറ. അതിൻ്റെ ആ ടയർ ഇട്ട് കൊണ്ടുവര സെറ്റാക്കി വയ്ക്കി. കാതാ ആ കുറെ മാറ്റകൾ വന്നിട്ടുണ്ടല്ലോ. എന്താ പരിപാടി ഇന്ന്? തല പൊട്ടിച്ചാ? ആരെ പൊട്ടിച്ചേ? എന്താ കുറുമ്പ? അത് കുട്ടിയല്ലടാ. മതിയാ ഇങ്ങോട്ട് വന്നപ്പോ നോക്കട്ടെ. ഇങ്ങോട്ട് വാ മാമ നോക്കട്ടെ. തല നോക്കട്ടെ. ഇങ്ങോട്ട് വാ. കാണിക്ക്. അച്ഛന് പണിയുണ്ടാ? അവിടെ ഉണ്ടാ? ബാ. ഓ ഇവിടെ കുട്ടീൻ്റെ നല്ല കുട്ടി. ഈടാ ചുവപ്പ് കളറൊക്കെ എന്താ
എന്നിട്ട് തിരിച്ചിട്ട് ഇടിച്ചാ ആ അത് നന്നായി. കിട്ടിയാ മേടിച്ചാ ആ മേടിച്ചോ. ടീച്ചറെ ഒപ്പിടണോ? നമ്മുടെ ഒപ്പിന് എന്താ വില? ഉപ്പിടുന്നതേ എത്ര ഒപ്പുണ്ട്? ഗോതമ്പ്, പയറ്, ശർക്കര. ഗോതമ്പ്, പയറ്. ടീച്ചറെ വെളിച്ചെണ്ണ ഉണ്ടാവാറില്ലേ? എന്നെ കുരുതി കൊടുത്തില്ലേ? വെളിച്ചെണ്ണ ഉണ്ടാവാറില്ലേ? വെളിച്ചെണ്ണ എന്നെ നീ കുരുതി കൊടുത്തില്ലേ? കേക്ക് വെളിച്ചെണ്ണ ഉണ്ടാവാറില്ലേ? വലിയ വെളിച്ചെണ്ണൊന്നുമില്ല. ഇല്ലല്ലേ? വെളിച്ചെണ്ണയൊക്കെ കൊടുക്കാൻ പറയേ. എന്താന്നറിയാം, എന്നിട്ട് വേണം ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാം. ആ ദൃശ്യയുടെ പേര് എഴുതട്ടാ. പ്രസവിച്ച ഡേറ്റ്. ഓ അതൊക്കെ ചോദിക്കും. 27. പ്രസവം നോക്കണ ആളല്ലേ? പിന്നെ ഇനി ഗോതമ്പ് എത്ര? 2500. അത് 5 കിലോ തരുന്നുണ്ട്. 2 മാസത്തെ തന്നെ തരുന്നത് കേട്ടോ. അങ്ങനെ 5 കിലോ തരും. അത് വേണ്ട, 2,500 എഴുതിയാൽ മതി. 2,500. പയർ 1 കിലോ, ശർക്കര 1 കിലോ, ഉപ്പ് എത്ര കിലോ? അത് ഇഷ്ടമുള്ള എന്താ പറയാ. നല്ലതന്നെ, സുഖമായിരിക്കണം. അപ്പൊ പോട്ടെന്നാ. സന്തോഷം കിട്ടിയല്ലോ കേട്ടോ. അപ്പൊ ഞങ്ങൾ അംഗനവാടിയിൽ നിന്ന് ഗോതമ്പ് ഇതൊക്കെ മേടിച്ചു കേട്ടോ, സാധനങ്ങള്. വേവാ ഇനി വർക്കിമാവന്റെ കടയിലേക്ക് പോണ്. വാ വർക്കിമാവന്റെ കടയിലേക്ക് പോണു കേട്ടാ. കുറച്ച് സവോള മേടിക്കണം. ആ അത് ട്രെയിൻ പോണ സൗണ്ടാ. എന്നാ വേഗം ഓടാ. സവോള മേടിക്കാൻ പോണു വർക്കിമാവന്റെ കടയിലേക്ക്. ഞാൻ മൊബൈൽ നിർത്തിയിട്ടല്ല, ഞാൻ വീഡിയോ നിർത്തിയിട്ട് ഞാൻ ഓടാൻ പോട്ടാ. 1/2 കിലോ സവോള, 100 പച്ചമുളക് കൂട്ടാ. സത്തേ ഇതാണ് വാഴപ്പള്ളി സ്റ്റോഴ്സ്, നമ്മുടെ വർക്കിമാവന്റെ കട. നമ്മളൊരു വട്ടം മുന്നേ കാണിച്ചിട്ടുണ്ട്. കറണ്ട് ഇല്ലേ ഇവിടെ? കറണ്ട് ഉണ്ട്. ലൈറ്റ് ഓഫാക്കി ഇരിക്കാൻ കേട്ടോ. ആ 1/2 കിലോ സവോള, പിന്നെ ഒരു 100 പച്ചമുളകും കൊടുക്ക്. നിന്റെ ഉടുപ്പിന്റെ കളറാണല്ലോ ഇത്. അപ്പൊ ഇത് നോക്ക്, ഇതും കുറേശ്ശെ എടുക്കാം. ആ പൊട്ടിച്ചേരാ. പൊടിച്ചോ. വേറെ പൊട്ടിക്കഴിഞ്ഞാൽ വേറെ എടുക്കേണ്ടി വരും കേട്ടോ. എന്താ പിന്നെ ഭക്ഷണം കഴിക്കാറായോ? കഴിച്ചു. ഞങ്ങള് മീൻ വറക്കണല്ലോ, എന്നിട്ട് വേണം കഴിക്കാൻ. അത് വാളക്കൂട്ടം വാള വന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കൈ ചിറ്റണ്ടക്കാരൻ. ആ കൈ വന്നിട്ടില്ല. പച്ചമുളക് ഒരു ക്ഷീണായില്ലേ? എടുക്കാൻ പോയിക്കാവും. അതെ 100 മതി. അപ്പൊ ഉള്ളത് മതി. ഇനിയിപ്പോ 50 ആയാലും കുഴപ്പമില്ല. നമുക്ക് ആ സവോള മീൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഇടാൻ വേണ്ടി. അവിടെ ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞു. വാള ഞാൻ 1/2 കിലോ മേടിച്ചു. റേറ്റ് കാശ് കൊടുത്തിട്ടൊന്നുമില്ല. എന്താ വില എന്നറിയില്ല. 200 ചില്ലാനോ റുപ്യ എന്തോ തോന്നുന്നു. ഒക്കെ നുറുക്കി തന്നു. വലിയ മീനാ നുറുക്കിയിട്ട് തന്നപ്പോ നമുക്ക് വറക്കല്ലേ വേണ്ടുള്ളൂ. ഇതെത്ര? 28. ഇതോ? ഇതിനെത്ര പിന്നെ? അത് 38. ഓക്കെ. അപ്പൊ മൊത്തം 38. ഇതാ ആ കൊള്ളിയുടെ ആ നീളം. ആ അതെടുത്തായിരുന്നു. അടുത്ത ആ ഇതെടുക്കാം. ഓക്കെ എന്നാ പിന്നെ ഇത് പിടിച്ചോ. അപ്പൊ മൊത്തം പറയും. 83. ഓക്കെ. മാർക്കറ്റ് എവിടെ? പണിക്ക് പോയില്ല പുള്ള. ഓക്കെ സെറ്റ് മതി. ഹായ് അങ്ങനെ ഞങ്ങൾ വർക്കിമാവൻ്റെ കടയിൽ പോയിട്ട് സബോള മേടിച്ചു, പച്ചമുളക് മേടിച്ചു, പിന്നെ സ്നാക്സ് മേടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ അംഗനവാടിയിൽ വന്നിട്ട് വീണ്ടും കവർ കൈ പിടിച്ചിട്ടാ. കാരണം ഇത് പിടിച്ചിട്ട് വർക്കിമാവൻ്റെ കടയിലേക്ക് പോകേണ്ട വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ വന്നത്.
ഇനി ഞങ്ങൾ വീട്ടിൽ പോണു മീൻ വറക്കണു ചോറിണു. അപ്പോൾ അടിപൊളി മുരിങ്ങല പരിപ്പിൻ്റെ കറി, പിന്നെ നല്ല വാള വറുത്തത് സവോളയൊക്കെ ഇട്ടിട്ട് അടിപൊളി ചോറും, പിന്നെ വെള്ളവും. പിന്നെ അമ്മയ്ക്ക് എടുത്ത് നോക്കി കറി വെച്ച് കൊടുക്കും. ആര്യാ അവിടെ സൗണ്ട് ഉണ്ടാക്കണ? കുറച്ച് വെള്ളം കൂട്ടി വെച്ചൊക്കെയാണ്, വൈകുന്നേരത്തേക്കും ചാറ് വേണ്ട വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് കഴിക്കാം. ഓക്കെ, അച്ഛൻ്റെ കുട്ടി വളർന്നിക്കാം. അച്ഛനും വളർന്ന് അച്ഛൻ്റെ കുട്ടിക്കും വളർന്നു. അപ്പോൾ ചോറിടാൻ പോവാണ്. മുരിങ്ങലക്കറിയും വാളൻ വറുത്തത്. എല്ലാരും ഊണ് കഴിച്ചാ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കട്ടോ, ഞങ്ങൾ കഴിക്കാൻ പോണ. ഇതാണ് ഇന്നത്തെ ഫുഡ്. വാള വറുത്തത് നല്ല അടിപൊളിയുണ്ട് കേട്ടോ. ഞങ്ങൾ വാളമീൻ കണ്ടിട്ടുണ്ട്, നമ്മളിതുവരെ മേടിച്ച് വറുത്തിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് വാള മേടിച്ച് വറുത്തത്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു മീൻ തന്നെയാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യല് മുരിങ്ങയുടെ ഇലയും പരിപ്പും. ഇവനെ മുട്ടാൻ വേറെ കറിയില്ലല്ലോ, അത് ഇറച്ചിക്കറിക്ക് വരെ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഒരു ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ സെറ്റപ്പ് ചെയ്തു. ചോറിൻ്റെ കലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത്തിരി സ്റ്റാൻഡേർഡ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമുക്ക് അത് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാലേ ഇത് ഇനി വേറെ പാത്രത്തിലേക്ക് പകർത്തി ആ പാത്രം കൂടി കഴുകി വെക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പരമാവധി കറി വെച്ച ചട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ചോറ് വെച്ചാൽ കലം ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കൂടുതൽ പാത്രങ്ങൾ ഉപയോഗിക്കണില്ല, ഉള്ളത് വേഗം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.